മഞ്ഞ് കാണാനും മഞ്ഞിൽ കളിക്കാനുമൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഇതേ മഞ്ഞുമലകൾക്കുള്ളിൽ നിന്നും ദിനോസറുകളെയും മാമത്തുകളെയും ഒക്കെ കണ്ടെത്തുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരത്തിൽ മഞ്ഞിനടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എ ന്യൂ ഡൈനോസർ സ്പീഷീസ്. 1986 അർജന്റീനയിലെ ജിയോളജിസ്റ്റുകളായ എഡ്വേർഡോ ഒലിവറോയും റോബർട്ടോ സ്കാസോയും ചേർന്ന് അന്റാർട്ടിക്കയിലെ ജെയിംസ് റോസ് ഐലൻഡിൽ നടത്തിയ ഒരു പര്യവേക്ഷണത്തിനിടെയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ദിനോസർ വർഗത്തെ കണ്ടെത്തിയത്. മഞ്ഞിനടിയിൽ നിന്ന് അവർക്ക് ലഭിച്ചത് അങ്കിലോസർ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ദിനോസറിന്റെ എല്ലുകളായിരുന്നു. അവിടുത്തെ അതിശക്തമായ തണുപ്പും മഞ്ഞും കാരണം ആ ഫോസിലുകൾ പൂർണ്ണമായി കുഴിച്ചെടുക്കാൻ അവർക്ക് ഏകദേശം 10 വർഷത്തോളം വേണ്ടി വന്നു. ഒടുവിൽ അവർ കണ്ടെത്തിയ ഈ പുതിയ വർഗത്തിന് അന്റാർട്ടോപെൽറ്റ ഒലിവറോയി എന്നാണ് പേരിട്ടത്. ഇതിന്റെ ഇംഗ്ലീഷ് അർത്ഥം അന്റാർട്ടിക് ഷീൽഡ് എന്നാണ്. കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഇന്നുവരെ ഈ വർഗത്തിൽപ്പെട്ട ഒരൊറ്റ ദിനോസറിന്റെ ഫോസിൽ മാത്രമേ ലോകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. യൂക്ക ദി മാമത്ത്. 2010 സൈബീരിയയിലെ മഞ്ഞുമലകളിൽ കൊമ്പുകൾക്കായി തിരച്ചിൽ നടത്തിയിരുന്ന ഒരു കൂട്ടം ആളുകൾ അഥവാ ടസ്ക് ഹണ്ടേഴ്സ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച കണ്ടു. ഏകദേശം 39,000 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞുപാളികൾക്കിടയിൽ ജീവിച്ചിരുന്ന യൂക്ക എന്ന് വിളിക്കപ്പെടുന്ന ഒരു വൂളി മാമത്തിന്റെ ശരീരമായിരുന്നു അത്. ഒരു ചതുപ്പിൽ വീണ് കുടുങ്ങിപ്പോയതാകാം യൂക്കയുടെ അന്ത്യത്തിന് കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ആ വീഴ്ചയും അവിടുത്തെ കഠിനമായ തണുപ്പും കാരണം അവളുടെ ശരീരം അധികം കേടുപാടുകൾ സംഭവിക്കാതെ മഞ്ഞിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശാസ്ത്രജ്ഞരെ പോലും അമ്പരിപ്പിച്ച കാര്യം എന്തെന്നാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവളുടെ ശരീരത്തിൽ നിന്ന് ദ്രാവകരൂപത്തിലുള്ള രക്തം വേർതിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാമത്തുകളുടെ രക്തത്തിൽ പ്രകൃതിദത്തമായ ആന്റിഫ്രീസ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യുകെയെ ഇപ്പോൾ മോസ്കോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എ ബോക്സ് ഓഫ് ജുവൽസ്. 2013 ഫ്രാൻസിലെ മോണ്ട്ബ്ലാങ്ക് പർവ്വതത്തിലെ മഞ്ഞുമലയിലൂടെ നടക്കുന്നതിനിടെയാണ് ഒരു പർവ്വതാരോഹകൻ മഞ്ഞിനടിയിൽ തിളങ്ങുന്ന ഒരു ലോഹപ്പെട്ടി കാണുന്നത്. ആ പെട്ടിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ 100ഓളം രത്നങ്ങളായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 1950-ലോ 1966-ലോ ഈ പർവ്വതനിരകളിൽ തകർന്നു വീണ ഒരു ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ നിന്നുള്ളതായിരുന്നു ആ രത്നങ്ങൾ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. എന്നാൽ ഒരുപാട് തിരഞ്ഞിട്ടും ആ രത്നങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥരെയോ അവരുടെ ബന്ധുക്കളെയോ കണ്ടെത്താൻ അധികൃതർക്ക് സാധിച്ചില്ല. ഒടുവിൽ ആ രത്നങ്ങളുടെ പകുതി ഭാഗം ആ പർവ്വതാരോഹകനും ബാക്കി പകുതി ആ സ്ഥലം ഉൾപ്പെടുന്ന പ്രാദേശിക ഭരണകൂടത്തിനും നൽകി. അങ്ങനെ ആ പർവ്വതാരോഹകൻ ഏകദേശം $3,40,000, അതായത് ഏകദേശം 2,80,00,000 രൂപ മൂല്യമുള്ള രത്നങ്ങളുമായാണ് അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. ഗ്രാസ് ഹോപ്പേഴ്സ്. സാധാരണഗതിയിൽ വെട്ടുകിളികളും മഞ്ഞുമലകളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് തോന്നും. എന്നാൽ അമേരിക്കയിലെ മോണ്ടാന സംസ്ഥാനത്തുള്ള ബിയർടൂത്ത് പർവ്വതനിരകളിൽ ചെന്നാൽ ഇത് രണ്ടും കൂടി ഒരിടത്ത് നമുക്ക് കാണാം. സാധാരണ മഞ്ഞുമലകൾ വെള്ള നിറത്തിലാണെങ്കിൽ ഈ ഗ്ലേസിയറിന് ഒരു ചാരനിറമാണുള്ളത്. ഇതിന് കാരണം ഈ മഞ്ഞിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കോടിക്കണക്കിന് വെട്ടുകിളികളാണ്. ഇവ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നതിനെക്കുറിച്ച് പല കഥകളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് വെട്ടുകിളികൾ ഈ പർവ്വതനിരകൾക്ക് മുകളിലൂടെ പറന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വലിയ മഞ്ഞുകാറ്റിൽ അവ കുടുങ്ങിപ്പോയതാകാമെന്നാണ് ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ അവ മഞ്ഞിനടിയിൽ മരവിച്ച് ഇന്നും അവിടെ തന്നെ അവശേഷിക്കുന്നു എന്നാണ് ഒരു കഥ. 1960കളുടെ തുടക്കത്തിൽ JP കിംബോൾ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. 1914 അദ്ദേഹം ഈ വെട്ടുകിളികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവ റോക്കി മൗണ്ടൻ ലോക്കസ്റ്റ്സ് എന്ന വർഗത്തിൽപ്പെട്ടവയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ വർഗം കൂടിയായിരുന്നു. അല്ലൻ ഹിൽസ് 84001. ദിനോസറുകളെ ഇല്ലാതാക്കിയ ഉൽക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അലൻ ഹിൽസ് 84001. 1984 അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളിൽ നിന്നാണ് ഏകദേശം 2 കിലോയോളം തൂക്കമുള്ള ഈ പാറക്കഷ്ണം കണ്ടെത്തിയത്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിലെ മാഗ്മ തണുത്തുണ്ടായ ഈ പാറ അവിടെ ഒരു വലിയ ആസ്ട്രോയിഡ് വന്നിടിച്ചപ്പോൾ തെറിച്ചു പോന്നതാണത്രേ. ദശലക്ഷക്കണക്കിന് വർഷം ബഹിരാകാശത്ത് ചുറ്റിത്തിരിഞ്ഞ ഈ കല്ല് ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുൻപാണത്രേ അന്റാർട്ടിക്കയിൽ വന്നു വീണത്. എന്നാൽ ഇതിന്റെ പഴക്കത്തേക്കാൾ ഉപരിയായി ഇതിനെ പ്രശസ്തമാക്കിയത്
1996 നാസയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ്. ഈ ഉൽക്കക്കുള്ളിലെ ചില പ്രത്യേക തരികൾ പരിശോധിച്ചപ്പോൾ അവ ചൊവ്വയിലെ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കിയതാകാം എന്നവർ സംശയിച്ചിരുന്നു. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതിന് സമാനമായ ഇരുമ്പ് തരികളും ഓർഗാനിക് സംയുക്തങ്ങളും അതിൽ കണ്ടതാണ് ഇതിന് കാരണം. ഇത് സത്യമാണെങ്കിൽ ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാകുമായിരുന്നു അത്. അന്നത്തെ കാലത്ത് അത് വലിയൊരു വാർത്തയായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന പരിശോധനകളിൽ മറ്റ് ശാസ്ത്രജ്ഞർ ഇതിനെ എതിർക്കുകയായിരുന്നു. ഈ തരികൾ ജീവികൾ ഉണ്ടാക്കിയതല്ലെന്നും മറിച്ച് ചില രാസപ്രവർത്തനങ്ങൾ വഴി ഉണ്ടായതാകാമെന്നും അവർ വാദിച്ചു. 2022 നടന്ന പഠനങ്ങൾ ഇത് ശരിവെക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മഞ്ഞിൽ നിന്ന് കണ്ടെത്തിയ അത്യപൂർവ ഫൈൻഡിംഗ് ആയിരുന്നു അലൻ ഹിൽസ് 8401 ബേബി മാമത്ത്. കാനഡയിലെ യൂക്കോൺ പ്രദേശം സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ട സ്ഥലമാണ്. 2022 ജൂണിലെ ഒരു മഴ ദിവസം ട്രാവിസ് മഡ്രി എന്ന ഖനിത്തൊഴിലാളി സ്വർണം കുഴിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് ചെളിക്കുണ്ടിൽ തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള എന്തോ ഒന്ന് ട്രാവിസ് കാണുന്നത്. ആദ്യം ഒരു കുട്ടി കാട്ടുപോത്തിന്റെ ശരീരമാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിനൊരു തുമ്പിക്കൈ ഉണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം വിവരം അറിഞ്ഞ ഉടനെ ഖനിയിലെ ജോലികളെല്ലാം നിർത്തിവെച്ച് വിദഗ്ധരെ വിവരമറിയിച്ചു. അങ്ങനെ ഗവേഷകർ അവിടെ എത്തി ആ മൃതദേഹം സുരക്ഷിതമായി പുറത്തെടുത്തു. തുടർന്ന് ശാസ്ത്രജ്ഞരും രാഷ്ട്രീയക്കാരും ഖനിത്തൊഴിലാളികളും അവിടുത്തെ ഗോത്രവർഗക്കാരായ പൗരന്മാരും ചേർന്ന് ഒരു ചടങ്ങ് നടത്തി. ആ നാട്ടിലെ ഹാൻ ഭാഷയിൽ ആ കുട്ടിമാമത്തിന് നൻജോഗ എന്ന് പേരിട്ടു. ഇതിനർത്ഥം വലിയ കുട്ടിമൃഗം എന്നാണ്. പരിശോധനയിൽ അതൊരു പെൺ മാമത്താണെന്നും ഏകദേശം 1 മാസം പ്രായമുള്ളപ്പോൾ 30,000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയതാണെന്നും മനസ്സിലാക്കി. യൂക്കോണിലെ മണ്ണ് എപ്പോഴും ഐസ് പോലെ തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്രീസറിൽ വെച്ചതുപോലെ ഇതിൻ്റെ പേശികളും ചർമ്മവും രോമങ്ങളും DNA പോലും നശിക്കാതെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. വടക്കേ അമേരിക്കയിൽ നിന്ന് ഇത്രയും പൂർണ്ണമായ രൂപത്തിൽ ഒരു കുട്ടിമാമത്തിനെ കിട്ടിയത് ഇതാദ്യമായിരുന്നു. C-53 സ്കൈ ട്രൂപ്പർ. 1946 നവംബർ 19 ഓസ്ട്രിയയിലെ വിയന്നയ്ക്കടുത്തുള്ള ടൊൾൺ എയർബേസിൽ നിന്ന് C-53 സ്കൈ ട്രൂപ്പർ ഡക്കോട്ട എന്ന വിമാനം ഇറ്റലിയിലെ പിസയിലേക്ക് പറന്നുയർന്നു. സഖ്യകക്ഷികളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. മോശം കാലാവസ്ഥ ഒഴിവാക്കാൻ ക്യാപ്റ്റൻ റാൽഫ് ടേറ്റ് ജൂനിയർ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. പക്ഷേ അത് വലിയൊരു അബദ്ധമായി പോവുകയായിരുന്നു. ഇൻസ്ബ്രക്കിന് അടുത്തെത്തിയപ്പോൾ കാലാവസ്ഥ വീണ്ടും മോശമാവുകയും പൈലറ്റുമാർക്ക് വഴി തെറ്റുകയും ചെയ്തു. തങ്ങൾ ആൽപ്സ് പർവ്വതനിരകൾക്ക് മുകളിലാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അത് ഓസ്ട്രിയൻ ആൽപ്സ് ആണോ ഫ്രഞ്ച് ആൽപ്സ് ആണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ വിമാനം മറ്റൊരു മലനിരയിലേക്ക് ഇടിക്കാൻ പോയി. എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനായി ക്യാപ്റ്റൻ ടേറ്റ് മനഃപൂർവ്വം വിമാനം ഗൗളി ഗ്ലേസിയറിലേക്ക് ഇടിച്ചിറക്കി. വിമാനം ആ മഞ്ഞുമലയിലൂടെ നിരങ്ങി നീങ്ങി ഒടുവിൽ ഒരു വലിയ മൺതിട്ടയിൽ തട്ടി നിൽക്കുകയായിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വലിയ വിള്ളലിൽ വീഴുന്നതിന് തൊട്ടു മുൻപാണ് വിമാനം നിന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 12 പേരും സുരക്ഷിതരായിരുന്നു. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ ഉയരത്തിൽ കഠിനമായ തണുപ്പിൽ അവർ ഒറ്റപ്പെട്ടുപോയി. വിമാനത്തിലെ റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും പർവ്വതങ്ങളിൽ തട്ടി സിഗ്നലുകൾ തടസ്സപ്പെടുന്നതുകൊണ്ട് തിരച്ചിലിന് വന്ന വിമാനങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 5 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം US, ബ്രിട്ടീഷ് വ്യോമസേനകളും സ്വിസ് റെസ്ക്യൂ ടീമും ചേർന്ന് അവരെ കണ്ടെത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ആ വിമാനം അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് വർഷങ്ങളോളം എല്ലാവരും ഇതിനെക്കുറിച്ച് മറന്നുപോയി. എന്നാൽ 2012 കാനഡയിൽ നിന്നുള്ള 3 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ആ മഞ്ഞുമലയിലൂടെ നടക്കുമ്പോൾ ഈ വിമാനത്തിൻ്റെ പ്രൊപ്പല്ലർ കണ്ടെത്തിയിരുന്നു. മഞ്ഞുരുകുന്നതിനനുസരിച്ച് ആ വിമാനത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അയൺ ഏജ് സ്കീസ്. അയൺ ഏജിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നമ്മളിൽ നിന്ന് ഏറെ വ്യത്യസ്തരായിരുന്നെങ്കിലും അവർക്കും നമ്മളെപ്പോലെ സ്കീയിങ് അറിയാമായിരുന്നു. 2014 നോർവേയിലെ റൈൻഹൈമൻ നാഷണൽ പാർക്കിൽ നിന്ന് ശാസ്ത്രജ്ഞർക്ക് ഒരു പഴയ സ്കീ ലഭിച്ചിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ജോഡിയായ രണ്ടാമത്തെ സ്കീയും വെറും കുറച്ച് മീറ്റർ അകലെ നിന്ന് തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ആദ്യത്തേതിനേക്കാൾ നല്ല കണ്ടീഷനിലായിരുന്നു. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഹിമയുഗത്തിൻ്റെ അവസാന കാലത്ത് യൂറോപ്പിലും ഏഷ്യയിലുമുള്ള വേട്ടക്കാർ മൃഗങ്ങളെ പിന്തുടരാനായി സ്കീകൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള സ്കീക്ക് ഏകദേശം 8,000 വർഷങ്ങളോളം പഴക്കമുണ്ട്. ഈ നോർവേയിൽ നിന്ന് കണ്ടെത്തിയ ഈ സ്കീകൾക്ക് ഏകദേശം 1300 വർഷത്തെ പഴക്കമേയുള്ളൂ. ഏകദേശം 187 സെൻറ്റിമീറ്റർ നീളവും 17 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ സ്കീകൾ കൈകൊണ്ട് നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒരേപോലെയല്ല ഇരിക്കുന്നത്. ദക്ഷിണ നോർവേയിലെ പർവ്വതനിരകളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും മനുഷ്യർ സജീവമായിരുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ കണ്ടെത്തൽ.
ആൻഷ്യന്റ് വൈറസ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾ മഞ്ഞിനടിയിൽ കിടന്നാലും നശിക്കാത്ത ചില വൈറസുകളുണ്ട്. ഇത്തരത്തിൽ എത്ര വൈറസുകൾ മരവിച്ച അവസ്ഥയിലുണ്ടെന്നോ എത്ര എണ്ണം ഇപ്പോൾ തന്നെ പുറത്തു വന്നു എന്നോ ആർക്കും അറിയില്ല. എന്നാൽ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പഠിക്കുന്നത് അമീബകളെ മാത്രം ബാധിക്കുന്ന വൈറസുകളെ കുറിച്ചാണ്. കാരണം അവ മനുഷ്യർക്ക് അപകടമുണ്ടാക്കാത്തവയാണ്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത 30,000 വർഷങ്ങളോളം പഴക്കമുള്ള സൈബീരിയൻ മണ്ണിൽ നിന്ന് കണ്ടെത്തിയ ചില വൈറസുകളെ കണ്ടെത്തിയിരുന്നു. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള വൈറസ് പാൻഡോറ വൈറസ് എഡോമ എന്ന വൈറസാണ്. ഇതിന് ഏകദേശം 48,500 വർഷങ്ങളോളം പഴക്കമുണ്ട്. റഷ്യയിലെ മഞ്ഞുപാളികളിൽ നിന്നാണ് മുട്ടയുടെ ആകൃതിയിലുള്ള ഈ വൈറസിനെ കണ്ടെത്തിയത്. ഇതൊക്കെ ഇപ്പോൾ അമീബകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എങ്കിലും ഒരു അപകടം ഇതിലുണ്ട്. മഞ്ഞുരുകുന്നതിനനുസരിച്ച് ആയിരക്കണക്കിന് വർഷം മുൻപുള്ള അപകടകാരികളായ വൈറസുകൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. കോവിഡ് പോലെയുള്ള ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള പുതിയ വൈറസുകൾ ആ മഞ്ഞിനടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നതും പുതിയ വൈറസുകളെയും ശാസ്ത്രലോകം വളരെ ഗൗരവത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒഡ്സി ദി ഐസ്മാൻ. നമ്മൾ മമ്മികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരെയായിരിക്കും. എന്നാൽ 1991 പർവ്വതനിരകൾക്ക് മുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മമ്മിയെ കണ്ടെത്തിയിരുന്നു. ഓസ്ട്രിയയുടെയും ഇറ്റലിയുടെയും അതിർത്തിയിലുള്ള ഒഡ്സ്റ്റാൽ ആപ്സ് മലനിരകളിലൂടെ നടക്കുകയായിരുന്ന 2 ജർമ്മൻ വിനോദസഞ്ചാരികളാണ് യാദൃച്ഛികമായി ഈ മമ്മിയെ കണ്ടത്. ശാസ്ത്രജ്ഞർ ഇദ്ദേഹത്തിന് ഒഡ്സി എന്ന് പേരിട്ടു. യൂറോപ്പിൽ നിന്ന് സ്വാഭാവികമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു കിട്ടിയ ഏറ്റവും പഴയ മമ്മിയാണിത്. പരിശോധനയിൽ ഒഡ്സി ജീവിച്ചിരുന്നത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണെന്ന്, അഥവാ ക്രിസ്തുവിനും 3300 വർഷങ്ങൾക്ക് മുൻപാണെന്ന് മനസ്സിലായി. സാധാരണഗതിയിൽ ഇത്രയും കാലം കൊണ്ട് ശരീരം നശിച്ചു പോകേണ്ടതാണ്. പക്ഷേ ആൽപ്സിലെ അതിശക്തമായ തണുപ്പ് ഒഡ്സിയുടെ ശരീരത്തെ വലിയ കേടുപാടുകൾ കൂടാതെ മരവിപ്പിച്ചു നിർത്തി. ഒഡ്സിക്ക് ഏകദേശം 1.60 മീറ്റർ ഉയരമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇടത് കൈ ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. തവിട്ട് നിറമുള്ള കണ്ണുകളും കറുത്ത മുടിയുമുള്ള അദ്ദേഹം ദക്ഷിണ യൂറോപ്യൻ വംശജനാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ പാവം ഒഡ്സിയുടെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതായിരുന്നില്ല. അദ്ദേഹത്തിന് പല്ലുവേദനയും ഉദരരോഗങ്ങളും ലെയിം ഡിസീസും ഉണ്ടായിരുന്നു അത്രേ. ഇത്രയൊക്കെ വേദനകൾ സഹിച്ചാണെങ്കിലും അദ്ദേഹം ആൽപ്സ് മലനിരകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. തുകൽ വസ്ത്രങ്ങളും പുല്ലുകൊണ്ട് നിർമ്മിച്ച ഷൂസും ധരിച്ച ഒഡ്സിയുടെ കയ്യിൽ ഒരു കോടാലി, കടാര, വില്ലമ്പുകൾ, കുറച്ച് ഭക്ഷണം എന്നിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. മിക്കവാറും വേട്ടയാടിയും കാട്ടുഫലങ്ങൾ കഴിച്ചുമാകാം അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഒഡ്സിയെ കണ്ടെത്തിയ സ്ഥലത്തെ ചൊല്ലി ഓസ്ട്രിയയും ഇറ്റലിയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ഒടുവിൽ നടത്തിയ അളവെടുപ്പിൽ അദ്ദേഹം മരിച്ചു കിടന്നത് ഇറ്റലിയുടെ അതിർത്തിക്കുള്ളിൽ വെറും 90 മീറ്റർ ഉള്ളിലായിട്ടാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ ഇറ്റലിയിലെ സൗത്ത് ടൈറോൾ മ്യൂസിയം ഓഫ് ആർക്കിയോളജിയിൽ ഒഡ്സിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കണ്ടെത്തൽ ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.